നമസ്കാരം കേട്ടാ. കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ഇത് എന്തിൻ്റെ പുറപ്പാടാണെന്ന് എനിക്ക് അറിയത്തില്ല. ഉടുത്ത തുണിയെ പോലും വിശ്വാസമില്ലാത്ത ഒരു ടീമാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇതുപോലെ അടിപിടി നടക്കുന്ന ഒരു പാർട്ടി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? സീറ്റിന് വേണ്ടിയാവട്ടെ, അധികാരത്തിന് വേണ്ടിയാവട്ടെ, അടിപിടി കലശലായി നടക്കുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞ ഈ കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. അത് യാതൊരു സംശയവുമില്ല. വി.ഡി. സതീശൻ പറയും ഞാനാണ് വലുത്, കെ. സുധാകരൻ പറയും ഞാനാണ് വലുത്. ഇതിപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മൈക്കിന് വേണ്ടി പോലും കടിപിടി കൂടുന്ന രംഗം നമ്മൾ ഈ കേരളത്തിലെ മലയാളികളെല്ലാം കണ്ട് അന്തം വിട്ട് താടി കൈയും കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതാണോ ഈ പാർട്ടിയെ നയിക്കേണ്ട നേതാക്കന്മാർ ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ ജനങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്? സ്വന്തം പാർട്ടിയെ നേരെ നടത്തിക്കൊണ്ടു പോവാൻ കഴിയാത്ത ആൾക്കാരാണ് കേരളം ഭരിക്കാനായി കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവരുടെ ലക്ഷ്യം എന്നും അധികാരം നിലനിർത്തണം. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യും. ഏത് മത തീവ്രവാദ സംഘടനകളെയും കൂട്ടുപിടിക്കും, രാജ്യദ്രോഹ ശക്തികളെയും കൂട്ടുപിടിക്കും. കാരണം ഇവർക്ക് ആവശ്യം വോട്ടാണ്. അത് കിട്ടുന്നതിന് വേണ്ടി ഇവർ ഏത് അറ്റം വരെയും പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവര് നമ്മുടെ രാജ്യത്തെ 60 വർഷം ഭരിച്ച് പിന്നോട്ടടിച്ചവരാണ്. നിങ്ങൾ നോക്കൂ, ഒരാളിപ്പോൾ കേസുമായിട്ട് പോയിരിക്കുകയാണ്. ഡൽഹിയിലെ കേസുമായി പോയിരിക്കുകയാണ്. സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് ശ്രീമാൻ കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിൻ്റെ വാങ്ങിച്ചിട്ട് അദ്ദേഹത്തെ പറ്റിച്ചു. ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിയോട് കൂടിയാണ് അദ്ദേഹം ഇന്ന് അവിടേക്ക് പോയിരിക്കുന്നത്. കാരണം ഇത് ഇലക്ഷൻ ടൈമല്ലേ, ആ പൈസ തിരിച്ച് കിട്ടുമോ ഇല്ലയോ ഒന്നും ഒരു ഉറപ്പുമില്ല. ഇപ്പോൾ ചോദിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഇനി ഒരിക്കലും കിട്ടാനും പോകുന്നില്ല. അതിൽ കെ.സി. വേണുഗോപാൽ 75 ലക്ഷം കൊടുക്കാനുണ്ടെന്ന് പറയുന്നു. പ്രിയങ്ക ഗാന്ധി അതേപോലെ കോടിക്കണക്കിന് രൂപ കൊടുക്കാനുണ്ടെന്ന് പറയുന്നു. ഇങ്ങനെയാണോ ഇവര് ഭരിച്ച് മാതൃക കാട്ടേണ്ടത്? ഇങ്ങനെ ഈ പൊള്ളയായ വാഗ്ദാനങ്ങൾ ജനങ്ങളെ ഉണ്ടിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവരുടെ തനി കുണം കാണിക്കുകയാണ് ഇവർ ചെയ്യുന്നത്, സാധാരണ ചെയ്തു വരുന്നത്. കർണാടകയിൽ ഫ്രീ ആയി ബസ് അനുവദിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു, സ്ത്രീകൾക്ക് അനുവദിച്ചു കൊടുത്തു. ഇപ്പം എന്തു പറ്റി? ഇപ്പം അവിടുത്തെ കർണാടക RTC ഇപ്പോൾ കിടന്ന് വെള്ളം കുടിക്കുകയാണ്, നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് പപ്പുമോൻ ഇവിടെ വന്ന് പറഞ്ഞത് കേരളത്തിലെ സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര കൊടുക്കുമെന്ന്. കേരളത്തിലെ KSRTCയുടെ അവസ്ഥ നമുക്ക് പൊതുവേ അറിയാവുന്നതാണ്. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് കർണാടകയിൽ ചെയ്തത് എന്താണ്? വോട്ടിംഗ് മെഷീനെതിരെ കർണാടക നിയമസഭയിൽ ബില്ല് പാസ്സാക്കിയിരിക്കുന്നു. അത് ഈ വോട്ടിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഞാൻ തന്നെ പലതവണ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സിറ്റിക്കകത്തൊക്കെ ഈ വോട്ടിംഗ് മെഷീനുമായി ഇലക്ഷൻ കമ്മീഷൻ നടക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവിടെ ചെന്ന് അവരത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ പ്രവർത്തനക്ഷമത എത്രത്തോളമാണെന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. എന്നിട്ട് പോലും കുറേ വോട്ട് ചോരിയുടെ പേരൊക്കെ ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ട് അതൊക്കെ വിജയിക്കാത്തത് കൊണ്ട് പഴയതുപോലെ ബാലറ്റ് പേപ്പറിലേക്ക് മാറണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ രീതി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വർഷമാണ് നമ്മളെ പിന്നോട്ടടിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കോൺഗ്രസ്സുകാർ സ്മാർട്ട് ഫോണൊക്കെ അങ്ങ് ഒഴിവാക്കേണ്ടി വരുമല്ലോ. ലാൻഡ് ഫോൺ മാത്രം മതി എന്ന് പറയുമല്ലോ. അതുപോലെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും പുതിയ സംവിധാനമായ പേയ്മെൻറ്റുകൾക്ക് ഉപയോഗിക്കുന്ന UPI സംവിധാനം, പണമിടപാടുകൾക്ക് ഉപയോഗിക്കുന്ന UPI സംവിധാനം അതും വേണ്ടെന്ന് വയ്ക്കുമല്ലോ. പഴയതുപോലെ ബാങ്കിൽ പോയി നമ്മൾ ക്യൂ നിന്ന് എഴുതിയെടുക്കേണ്ട സംവിധാനം മതി എന്ന് കോൺഗ്രസ് തീരുമാനിച്ചാലോ? ഈ ഇമാതിരി പൊട്ടന്മാരുള്ള ഈ പാർട്ടിയെ രാജ്യത്തിൻ്റെ ഭരണം കൂടി അങ്ങ് ഏൽപ്പിച്ചാൽ നന്നായിരിക്കും, യാതൊരു സംശയവുമില്ല.